ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സുധീഷ് ഒരുപാട് പ്രിയങ്കരനായിരുന്നു എന്ന് കാണുന്നത് തന്നെയാണ് ഈ കവലയിൽ അദ്ദേഹത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഫ്ലെക്സുകൾ കാണുമ്പോൾ. സുധീഷ് എന്ന ചെറുപ്പക്കാരൻ ഈ ബാറിലെ ജീവനക്കാരന്റെ കുത്തേറ്റ് മരിച്ച സംഭവം ഈ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. നമസ്കാരം. ചടയമംഗലത്തെ പേൾ റെസിഡൻസി ബാറിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. സുധീഷ് എന്ന ചെറുപ്പക്കാരൻ, CITUവിന്റെ ഹെഡ് ലോഡ് തൊഴിലാളിയായിട്ടുള്ള സുധീഷ് എന്ന ചെറുപ്പക്കാരൻ ഈ ബാറിലെ ജീവനക്കാരന്റെ കുത്തേറ്റ് മരിച്ച സംഭവം ഈ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ പേൾ റെസിഡൻസി എന്ന ചടയമംഗലത്തെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ബാറിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തിയേറിയ പ്രതിഷേധമുണ്ടായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ പൗരസമിതിയുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ബാറിലെ ജീവനക്കാരന്റെ കുത്തേറ്റ് ഒരു തൊഴിലാളി, ഒരു CITUവിന്റെ തൊഴിലാളി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് മൊഴിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഏതായാലും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സുധീഷ് ഒരുപാട് പ്രിയങ്കരനായിരുന്നു എന്ന് കാണുന്നത് തന്നെയാണ് ഈ കവലയിൽ അദ്ദേഹത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഫ്ലെക്സുകൾ കാണുമ്പോൾ. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൻ്റെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഒരു ഫ്ലെക്സുകളൊക്കെ തന്നെയാണ് ഇവിടെ കണ്ണുനീരിൽ കുതിർന്ന് ഈ നാട്ടുകാർ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളൊന്നും തന്നെ ഈ നാട്ടുകാരെയും ബാധിക്കുന്നില്ല. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.